സത്യഭാമ വീണ്ടും എയറിലാവുകയാണ്. പണ്ടത്തെയും പാളയിൽ കെട്ടിയതുമൊക്കെ ഇപ്പോ കുത്തിപ്പൊക്കുകയാണ് സോഷ്യൽ മീഡിയ. എല്ലാവരുടെ അപ്പനാവുമ്പോ ഒരുമിച്ച് പോയാൽ മതി. അതായത് സ്വന്തം മോൻ ചത്തു കിട്ടിയാൽ മതിയെന്ന് പറയുന്ന കലാമണ്ഡലം സത്യഭാമയുടേതെന്ന് പറയുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നത്. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. ഞാൻ ആരോടും പറയാണ്ട് സഹിച്ചു പിടിച്ചിരിക്കുന്ന ഇവിടെ സത്യം. എന്റെ കൊച്ച ഇവനൊന്ന് ചത്ത് കിട്ടിയെങ്കിൽ സമാധാനം. എന്താ ചെയ്യാ, നാട്ടുകാരുടെ പരാതി കേൾക്കാനേ നേരമുള്ളൂ. ഇനിയിപ്പൊ അവരെ നിയന്ത്രിക്കേണ്ടതും നേർവഴിക്ക് കൊണ്ടുപോകേണ്ടതും ഒക്കെ നീയാ. ഇറക്കി നല്ല രാത്രി ഇവിടെ കിടന്ന് ഞാൻ മിണ്ടൂല. എന്താ പറയാ, എനിക്ക് 65 വയസ്സായി. 65 66 അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? ഇവൻ എന്നെ എടുത്തിട്ട് അടിക്കും. ഞാനിവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിൽ ഞാൻ മാന്യം മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇവനെ ഈ കാണുന്ന ഒരു മോനൊന്നുമല്ല. നിങ്ങൾ ഈ നല്ല ചെറുക്കൻ കണ്ട നല്ല സൗന്ദര്യം എല്ലാം ഉണ്ട് കൊച്ചാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വായങ്ങോട്ട് തുറന്നാണ്ടല്ലേ പേലാട്ട് തെറി വിളിക്കുള്ളൂ എന്നെ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. നമുക്കിവിടെ ആരായിരിക്കണത്? ഒരു മോനേ ഉള്ളൂ എന്റെ കൊച്ചെ. ഞാൻ അനുഭവിക്കാവുന്ന അങ്ങ് അറ്റായി. ചൂടാവുന്നു വട്ടാണോ? ഞാൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്, അറിയോ? ഞാൻ 10, 100, 200 പിള്ളേരെ പഠിപ്പിക്കുന്ന കലാമണ്ഡലം സത്യഭാമ എന്നാണ് എന്റെ പേര്. ഇതൊക്കെ എനക്കെന്താണോ ബന്ധം? ഞാനിവിടെ തീ തിന്നിരിക്കുന്ന ഒരു അമ്മയാണ്, അറിയോ? ഇവനെ കരുതി ഞാനിവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിൽ ഞാൻ മാന്യം മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ചേട്ടായി നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ മതി. എന്നും കുട്ടിയുടെ മുഖത്ത് മ്ലേച്ഛത കണ്ടാ മതി. എനിക്ക് മനസ്സിലായി, എനിക്ക് എല്ലാം മനസ്സിലായി.